നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രായമായില്ലേ, ഇനി എന്നെക്കൊണ്ടൊക്കെ എന്ത് സാധിക്കാനാണ് എന്ന് കരുതുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരു മനുഷ്യനുണ്ട് ഇങ്ങ് ദുബായിൽ. കോഴിക്കോട് സ്വദേശിയായ ഇസ്മായിൽ പള്ളിവി കൈവെക്കാത്ത മേഖലകളില്ല. പാട്ടെഴുത്തിലും സംഗീതത്തിലും ചിത്രം വരയിലുമെല്ലാം ഇന്ന് ഈ പ്രവാസി താരമാണ്. ഒരു 55-60 ആയപ്പോഴാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന് സമയമില്ല. ഏജ് ഈസ് ഓൺലി നമ്പർ, അതൊരു നമ്പർ മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ്, എല്ലാം കഴിഞ്ഞു എന്ന് കരുതണ്ട, വേണമെങ്കിൽ വരിലും. അതാണ്. അതെ, പ്രായമെന്നാൽ വെറും നമ്പർ മാത്രമാണെന്ന് നേരിട്ട് മനസ്സിലാകണമെങ്കിൽ ഈ കോഴിക്കോട് സ്വദേശിയെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ മാത്രം മതി. 30 വർഷത്തിലധികം പ്രവാസിയായിരുന്ന കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി ഇസ്മായിൽ പള്ളിവിയാണിത്. ജോലി തിരക്കുകളിൽ നിന്ന് അല്പം മാറി ഇപ്പോൾ ജീവിതം ആഘോഷമാക്കുകയാണ് ഈ മനുഷ്യൻ. പതിറ്റാണ്ടുകളോളം പ്രവാസക്കുപ്പായം അണിഞ്ഞ ഒരാൾക്ക് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാൽ എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അവർക്കെല്ലാമുള്ള ഉത്തരമാണ് ഇസ്മായിൽ പള്ളിവി. ഉള്ളിലെങ്ങോ ഉറങ്ങിക്കിടന്നിരുന്ന കലയെ പൊടിതട്ടിയെടുത്ത് ഇഷ്ടപ്പെട്ടത് എന്തും ചെയ്യാനുള്ള സമയമാണ് റിട്ടയർമെൻറ്റ് കാലമെന്ന് തൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് ജീവിതം കൊണ്ട് തെളിയിച്ച് വ്യത്യസ്തനാവുകയാണ് ഇസ്മായിൽ. ഇന്ന് ചിത്രകലയിലും സംഗീതത്തിലും എഴുത്തിലും കായിക മേഖലയിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഉൾപ്പെടെ സജീവ സാന്നിധ്യമാണ് ഇസ്മായിൽ. ഒരിക്കൽ ആരുമറിയാതെ ഒതുക്കി വച്ചതെല്ലാം പുറത്തെടുത്ത് ആഘോഷമാക്കുകയാണ് ഈ കോഴിക്കോട്ടുകാരൻ. കുഞ്ഞുനാൾ മുതൽ വരയും പാട്ടും കൂടെയുണ്ടായിരുന്നുവെങ്കിലും അതിനെ ചേർത്ത് പിടിക്കാനോ മുന്നോട്ട് പോകാനോ ഇസ്മായിലിന് സാധിച്ചിരുന്നില്ല. ആ വിഷമം പക്ഷേ ഇന്നില്ല എന്ന് പറയും ഇസ്മായിൽ. പ്രവാസം അവസാനിപ്പിച്ച് കൊറോണ സമയത്ത് നാട്ടിലെത്തിയപ്പോൾ മുതലാണ് കലയെ ഒപ്പം നടത്താൻ ഇസ്മായിൽ ആരംഭിച്ചത്. മാസങ്ങൾക്കുള്ളിൽ കോഴിക്കോട് ഒരു ചിത്ര പ്രദർശനം നടത്തിക്കൊണ്ടായിരുന്നു കലാജീവിതത്തിലേക്കുള്ള പ്രവേശനം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മകനൊപ്പം വീണ്ടും ദുബായിലെത്തിയപ്പോഴും കലാജീവിതത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഇസ്മായിൽ. പ്രവാസ ജീവിതത്തിൽ ഇതിനൊന്നും സമയം കിട്ടില്ല. കിട്ടിയ സമയങ്ങളിൽ ഞാൻ വരയ്ക്കും. വരച്ചതൊക്കെ കാണുന്ന കൂട്ടുകാർ ഓരോന്ന് കൊണ്ടുപോകും. വരച്ച് കഴിഞ്ഞത് ഓരോരുത്തർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ കൊണ്ടുപോകും, ഞാനത് കൊടുക്കും, അങ്ങനെ പോകും. എനിക്കത്രേ ഉള്ളൂ. ഞാനത് വരയ്ക്കും, അത് കൊടുക്കും, അത് കൊണ്ടുപോകും, അങ്ങനെയാണ്. പിന്നെ ഈ പ്രവാസം കുറച്ചു കാലം നാട്ടിൽ പോയി നിന്നപ്പോഴാണ് വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയത്. അങ്ങനെ വലിയ ക്യാൻവാസ് വാങ്ങി വലിയ പെയിൻറ്റിങ് എല്ലാം വാങ്ങിയിട്ട് വീണ്ടും വരച്ച് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല, മേലെയുള്ള അനുഗ്രഹം, സംഗതിയെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ സാധാ തന്നെ, കാരണം പെൻസിൽ കൊണ്ട് ഉണ്ടാവുള്ളൂ കൂടുതലായിട്ട്. ആ പെൻസിൽ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇന്ത്യൻ്റെ ഫ്ലാഗ്, ഇന്ത്യൻ്റെ മാപ്പ്, അങ്ങനെ ഓരോ സാധനങ്ങൾ, പൂക്കളും പുഴകളും വീടുകളും അങ്ങനെയൊക്കെ ആയിട്ട് വരച്ചിട്ട് അങ്ങനെ പോയി. ശരിക്കും പെയിൻറ്റ് എടുക്കാൻ തുടങ്ങിയത് ഞാനിപ്പോൾ ഒരു 3 വർഷം മുമ്പാണ്. ഓയിൽ പെയിൻറ്റും ക്യാൻവാസിലൊക്കെ ഞാൻ ഇറങ്ങിയത് ഒരു 3 വർഷം മുമ്പാണ്. കാരണം ആ കോവിഡിൻ്റെ തൊട്ട് മുമ്പ് ആ സമയത്ത് വരച്ചത് വെച്ചിട്ടാണ് ഞാൻ പ്രദർശനം നടത്തിയത്. വെറുതെ എന്തെങ്കിലുമൊക്കെ കോറിയിടുന്നതല്ല ഇസ്മായിലിൻ്റെ രീതി. കലാകാരന് സമൂഹത്തോട് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഇസ്മായിലിൻ്റെ പക്ഷം. അതിനാൽ തന്നെ ചുറ്റുപാടുകളെ കൃത്യമായി നിരീക്ഷിച്ച് സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ഭാവനയുടെ മേമ്പൊടി ചേർത്താണ് മനോഹരമായ ചിത്രങ്ങളാക്കുന്നത്. ഇസ്മായിൽ വരച്ച കനോലി കനാൽ എന്ന ചിത്രം ഉൾപ്പെടെ അത്തരത്തിൽ ആദ്യ പ്രദർശനത്തിൽ തന്നെ ആളുകളുടെ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. നടത്തിയ പ്രദർശനത്തിൽ അതിലൊക്കെ ഒരു സന്ദേശങ്ങളുണ്ടായിരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്ന് നമ്മളെ കോഴിക്കോട് കനോലി കനാൽ, അതിലൂടെ ചെളിയാണ് ഇപ്പോൾ, കാരണം ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് അതിൽ കൂടെ ഒഴുകുന്നത്.
ആ വെള്ളം വളരെ വൃത്തിയായിട്ട് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചാൽ ആ വെള്ളം ഇവിടെ അബ്ര പോലെ, ദുബായിൽ അബ്ര പോലെ ചെയ്താൽ, കടുത്ത് തോണി പോലെ കടുത്ത് ബോട്ട് ഉപയോഗിച്ചാൽ ഇന്ത്യ കൺസെപ്റ്റിൽ കല്ലായി മുതൽ എരഞ്ഞിക്കൽ വരെ അതിലൂടെ യാത്ര നടത്താം. അത്രയും ദൂരങ്ങളിൽ ഞാൻ കണ്ടതിൽ ഉണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വൃത്തിയാവും. രണ്ടാമത്തേത് കുറഞ്ഞ പൈസക്ക് ആളുകൾക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ റോഡുകളിലെ വാഹനങ്ങളുടെ കുറവുണ്ടാവും. അപ്പോൾ ഇവിടെ അബ്ര ഉപയോഗിക്കുന്നില്ലേ ദുബായിൽ നിന്ന് ദുബായിക്ക് എന്നതുപോലുള്ളത്, അത് ഞാൻ വരച്ചൊരു അന്നത്തെ ചിത്രത്തിൽ അത് ഞാൻ വരച്ച് വെച്ചിരുന്നു. കല്ലായി 2 ബോട്ട് വെച്ചിട്ട് കല്ലായി എരഞ്ഞിക്കലിന് പറഞ്ഞിട്ട് അതിൽ ഞാൻ അന്ന് അത് പിറ്റേന്ന് എല്ലാ പത്രങ്ങളൊക്കെ ഇതായിരുന്നു. പക്ഷെ ഇന്നവരെ ആരും അധികം, ഇപ്പോഴും 3 ദിവസം മുമ്പ് കേട്ടതും കനോലി കനാൽ ചീഞ്ഞു നാറുന്നു എന്നാണ്. ഇതിനു പുറമെ വ്യത്യസ്തമായി തനിക്ക് എന്ത് ചെയ്യാനാകുമെന്ന ചിന്തയാണ് ഇന്ന് ഇസ്മായിലിനെ ദുബായിൽ താരമാക്കുന്നത്. കല്ലുകളിൽ ജീവസുറ്റ ചിത്രങ്ങൾ തീർക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഇസ്മായിലിന്റെ പ്രധാന ഹോബി. കടൽ തീരത്തു നിന്നും മറ്റും ശേഖരിക്കുന്ന വെള്ളാരം കല്ലുകളിൽ വ്യത്യസ്തമായ ചിത്രങ്ങൾ വരയ്ക്കുക. ഈ ചിത്രങ്ങൾ ആദ്യം കാണുന്ന ആളുകൾ ഒന്ന് അമ്പരക്കും. പിന്നീട് കൗതുകത്തോടെ കയ്യിലെടുക്കുമ്പോഴാണ് കല്ലുകളാണെന്ന വസ്തുത തിരിച്ചറിയുക. വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒന്നാണിത്. ഈ മുറി നിറയെ ഇത്തരത്തിൽ കല്ലിലെ കുഞ്ഞൻ ചിത്രങ്ങളാണ് എങ്ങും. ചിത്രം വരയ്ക്ക് പുറമെ സംഗീത മേഖലയിലും തന്റേതായ വ്യക്തിമുദ്ര ഇസ്മായിൽ ഈ കുറഞ്ഞ സമയത്തിനിടെ പതിപ്പിച്ചു കഴിഞ്ഞു. നിരവധി ആൽബങ്ങൾക്ക് വരികൾ എഴുതിയും സംഗീതം നൽകിയുമാണ് ആ മേഖലയിലും ഇസ്മായിൽ ശ്രദ്ധേയ സാന്നിധ്യമാകുന്നത്. പ്രവാസികളുടെ നീറുന്ന പ്രശ്നങ്ങളും സമകാലിക വിഷയങ്ങളുമെല്ലാം ഇസ്മായിലിന്റെ വരികളിലും ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. ഒരു ആൽബം ഇറക്കിയിരുന്നു, കരളൊപ്പുള്ളൊരു കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗീത ആൽബം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു ആൽബം കൂടെ ഇറങ്ങാൻ പോകുന്നുണ്ട്, ഒരു പാട്ട്. കാരണം പാട്ട് എഴുതുന്നത് ഞാനാണ്. രണ്ടാമത്തത് ഒരു പാട്ടും അതിനൊരു സംഗീതവും കൊടുത്തു. അതായത് തെക്കേപ്പുറത്തിൻ പ്രവാസികൾ, ഈ പ്രവാസികൾ എന്ന് പറഞ്ഞുള്ളൊരു ആൽബം ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ തന്നെയാണ് സംഗീതം കൊടുത്തത്, ഞാൻ തന്നെയാണ് എഴുതിയത്. അങ്ങനെ ആ ഒരു മേഖലയിലും കൈവച്ചു. അങ്ങനെ എല്ലാം എന്തിനു കഴിയും അവിടേക്ക് നമ്മൾ കൈവെക്കാൻ നോക്കും. പച്ചപ്പട്ടു വിരിച്ച് പാടങ്ങളുള്ള എൻ കേരളം, അറബിക്കടലിൻ മാറിൽ തല ചാഞ്ഞുറങ്ങുമെൻ കേരളം. പച്ചപ്പട്ടു വിരിച്ച് പാടങ്ങളുള്ള എൻ കേരളം, അറബിക്കടലിൻ മാറിൽ തല ചാഞ്ഞുറങ്ങുമെൻ കേരളം. ആ കണ്ണിൻ്റെ തുമ്പത്ത് തുള്ളിയാണ് എന്നോട് കൽബിൻ മരുപ്പറമ്പിൽ. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. ഇസ്മായിലിന് വലിയ പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. കുടുംബവും നല്ലോണം, കാരണം ഇത്ര സമയത്തും ഇരുന്ന് എഴുതുമ്പോൾ ഇപ്പോൾ അതിന് വേണ്ട സഹകരണങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ബോർഡ് വേണം, മകൻ പോയിട്ട് ബോർഡ് പെയിൻ്റൊക്കെ അവൻ വരുമ്പോൾ എത്തിച്ചു തരും. കോവിഡ് സമയത്ത് ഞാനിവിടെ കുറച്ചു കാലം പെട്ടുപോയി ദുബായിൽ. ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല. അവന് പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പെയിൻറ്റും ബ്രഷും ബോർഡും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അവന് ഹെൽപ്പ് ചെയ്യും. പിന്നെ കൊച്ചുമോളുണ്ട്, ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ്. അപ്പോൾ തൊട്ടടുത്തിരുന്നിട്ട് ആദ്യം പെയിൻറ്റും ബ്രഷും അവൾക്ക് കൊടുക്കണം, എന്നാലും എനിക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ. അതാണത്. അപ്പോൾ അതൊരു സന്തോഷം, പ്രചോദനവും പ്രോത്സാഹനമാണ്. എന്താ പുതുമ എന്താണോ അതിലേക്ക് നീങ്ങാനാണ് ഇത്. ഓരോന്നിനും ഒരു വ്യത്യസ്ത കാലഘട്ടത്തിനനുസരിച്ച് പുതുമ ഉണ്ടാവല്ലോ. ആ പുതുമയിലേക്ക് ഞാനും നോക്കും, ഞാനൊന്ന് ട്രൈ ചെയ്യും, നോക്കാം അതായത് പറ്റുമോ, അങ്ങനെ ചെയ്യും. അതെ, ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കും തോറും മനസ്സ് കൂടുതൽ ചെറുപ്പമായി വരികയാണെന്നും അതാണ് തന്റെ ജീവിത രഹസ്യമെന്നും ഇസ്മായിൽ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് ഒരു ഉപദേശം കൂടി നൽകുന്നുണ്ട് ഇസ്മായിൽ. പ്രായമായെന്നു കരുതി
ഒരു കാരണവശാലും പുറകിലേക്ക് പോകരുത്. സധൈര്യം മുന്നോട്ട് നീങ്ങുക, ഇഷ്ടങ്ങളെ ചേർത്ത് പിടിക്കുക. വിജയം സുനിശ്ചിതം. പുഞ്ചിരിയോടെ ഈ കോഴിക്കോട്ടുകാരൻ ഇത് പറയുന്നത് തൻ്റെ അനുഭവത്തിൽ നിന്നാണ്. മാധ്യമ മേഖലയിലെ പുത്തൻ ചലനങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയാണ് ഇത്തവണത്തെ ക്യാപ്സാറ്റ് സമാപിച്ചത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ 3 ദിവസങ്ങളായി നടന്ന ഇത്തവണത്തെ ക്യാപ്സാറ്റിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. ക്യാപ്സാറ്റിന്റെ 30ാമത് എഡിഷൻ മാധ്യമ മേഖലയിലെ മാറുന്ന ലോകത്തിന്റെ കാഴ്ചകളെല്ലാം വ്യക്തമാക്കി തരുന്നതായിരുന്നു. ഡിജിറ്റൽ മീഡിയയുടെയും സാറ്റലൈറ്റ് വിപണിയുടെയും പ്രക്ഷേപണ മേഖലയുടെയും ഏറ്റവും പുതിയ സാധ്യതകൾ പരിചയപ്പെടുത്തിയ പ്രദർശനത്തിനായി 450ഓളം പ്രദർശകരാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെത്തിയത്. കണ്ടന്റ് ക്രിയേഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, സാറ്റലൈറ്റ് മാനേജ്മെന്റ്, സ്പേസ് ടെക്, പ്രോ AV തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് അവരുടെ അറിവ് പങ്കുവയ്ക്കാനും പുതിയ പങ്കാളികളെ കണ്ടെത്താനുമുള്ള ലോകോത്തര പ്ലാറ്റ്ഫോമാണ് ക്യാപ്സാറ്റ്. ക്യാമറ, ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം, ക്രെയിൻ, ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനം, പ്രൊജക്ടേഴ്സ് തുടങ്ങി ഇലക്ട്രോണിക് മീഡിയയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും നൂതനമായ വേർഷനും പരിഹാരങ്ങളും പ്രദർശിപ്പിക്കുകയായിരുന്നു ഇവിടെ. 3 ദിവസങ്ങളിലായി നടന്ന മേളയിൽ ഇന്ത്യയിൽ നിന്ന് അടക്കം നിരവധി പേർ മേള സന്ദർശിക്കാൻ എത്തിയിരുന്നു. ദുബായ് മീഡിയ ഇൻകോർപ്പറേറ്റഡ് ചെയർമാൻ ഷെയ്ഖ് ഹാഷിർ ബിൻ മക്തും ബിൻ ജുമാൽ മക്തുമാണ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. നിർമ്മിത ബുദ്ധി അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ അനന്ത സാധ്യതകൾ കാണാനായി എന്ന് പ്രമുഖ സംവിധായകൻ ശേഖർ കപൂർ പറഞ്ഞു. It's huge. It's big. I did not expect this. It's my first ever of being here, and I'm really impressed with the amount of technology and the amount of new equipment that's around, and the new ways of broadcasting or creating film. It's quite amazing. Yeah. I haven't seen that much Indian media here yet. I was speaking at a place with some other Indian filmmakers. I don't see that much Indian. I was looking for it, didn't find it. Actually, this very exhibition next year will be completely different because AI is going to change everything, completely different. We have no idea how much AI is going to change. So this definitely 90% of this will be about the new AI applications. ഇലക്ട്രോണിക് മീഡിയയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും നൂതന സംവിധാനങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. LED സ്ക്രീനുകളുടെ വിവിധ മോഡലുകളുടെ വലിയ ശേഖരം തന്നെ ഇവിടെ സജ്ജമാക്കിയിരുന്നു. ഉൽപാദകരെയും കച്ചവടക്കാരെയും വാങ്ങുന്നവരെയും എല്ലാം ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നതായിരുന്നു ക്യാപ്സാറ്റ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. AI-യുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും അനന്ത സാധ്യതകളായിരുന്നു ഇത്തവണത്തെ മേളയുടെ മുഖ്യ ആകർഷണം. We'll take live sports video content, and we have built our own AI models that automatically meta tag the content. So it will actually tell you that, hey, goal happened here, it was a 4 or a 6. It will identify the player by understanding what is happening in the video, and it will chop it up, and then we package the content and deliver it real time. So for example, if you see IPL, the highlights that you see is generated by us in near real time. There is one more company in the world. There are only 2 companies in the world who does that. WSC Sports. Okay. Yeah. പ്രൊഡക്ഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിലെ മുൻനിരക്കാരായ വാർണർ ബ്രോസ്, ഡിസ്കവറി, സീ എന്റർടൈൻമെന്റ് തുടങ്ങിയവരും
പ്രോ AV മേഖലയിലെ വമ്പന്മാരും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയ വിവിധ കോൺഫറൻസുകളിൽ പങ്കെടുത്തു. 30ാമത് കാപ്സാറ്റ് മേളയ്ക്കൊപ്പം വൻകിട സാങ്കേതിക സ്ഥാപനങ്ങൾ പങ്കെടുത്ത 2ാമത് ഇന്റഗ്രേറ്റഡ് മിഡിൽ ഈസ്റ്റും സംഘടിപ്പിച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രധാനമായും ടെലിവിഷന്റെ മുന്നിലെത്തിക്കുന്നത് കായിക മത്സരങ്ങളുടെ ലൈവ് കവറേജുകളാണ്. ഈ മേഖലയിൽ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ ഇന്ത്യൻ കമ്പനി സൃഷ്ടിക്കുന്നത് വിസ്മയമാണ്. മനുഷ്യാധ്വാനം പകുതിയായി കുറച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലൈവ് എഡിറ്റിംഗ് ഉൾപ്പെടെ സാധ്യമാക്കുകയാണ് ഈ കമ്പനി. Overall, I'm happy with it, to be honest. It's quite good. There is a variety of companies and more people coming to the CapSat from other new countries entering the market, or at least displaying their products in the market. People, working in the AR, virtual reality or augmented reality. Okay, there are changes happening in that area, and a lot of people developing products and applications based on that. But I would not say that it's taking over our TV or radio industry as such. റേഡിയോ പ്രക്ഷേപണ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളെയും മേള പ്രദർശിപ്പിച്ചു. നാളെയുടെ മാധ്യമലോകം എങ്ങനെയായിരിക്കുമെന്നതിന്റെ കൃത്യമായ സൂചന നൽകിയാണ് ഇത്തവണത്തെ കാപ്സാറ്റ് സമാപിച്ചത്. അറേബ്യ ദിസ് വീക്കിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഒന്നര പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം കുവൈത്ത് പുതുയുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 4 വർഷക്കാലത്തേക്ക് പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ച കുവൈത്ത് അമീറിന്റെ ധീരമായ നടപടിക്ക് ശേഷം അധികാരമേറ്റെടുത്ത പുതിയ മന്ത്രിസഭയിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് കുവൈത്തിലെ സ്വദേശികളും വിദേശികളും. കുവൈത്ത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നായിരുന്നു 2024 മെയ് 10. 1.5 പതിറ്റാണ്ടായി രാജ്യത്ത് തുടർന്നു വന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരം കണ്ടെത്തിയ ദിനമായിരുന്നു അന്ന്. കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ ഹമദ് അൽ സബാ എന്ന ദീർഘദർശിയായ ഭരണാധികാരിയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത് അന്നായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യ പാർലമെന്റ് സംവിധാനമായ കുവൈത്ത് പാർലമെന്റിന്റെ അധികാരങ്ങൾ 4 വർഷക്കാലത്തേക്ക് മരവിപ്പിക്കുകയും ഭരണഘടനയുടെ ചില ആർട്ടിക്കിളുകൾ റദ്ദാക്കുകയും ചെയ്ത ധീരമായ കാൽവെപ്പായിരുന്നു ആ പ്രഖ്യാപനം. ഭരണഘടനാ പ്രകാരം 4 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി ഒരിക്കൽ പോലും കാലാവധി പൂർത്തിയാക്കാൻ കഴിയാതെ 10ഓളം തവണയാണ് പിരിച്ചുവിടേണ്ടി വന്നത്. പാർലമെന്റും മന്ത്രിസഭയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നായിരുന്നു ഇത്. ഈ കാലയളവിൽ ഇതേ കാരണങ്ങളാൽ രാജ്യത്ത് നിരവധി മന്ത്രിസഭകൾക്കും കഴിവുറ്റ 5ഓളം പ്രധാനമന്ത്രിമാർക്കും രാജിവെക്കേണ്ട സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു. രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നിരവധി വികസന പദ്ധതികളാണ് ഇത് കാരണം മുടങ്ങിക്കിടന്നത്. ഈ സാഹചര്യത്തിലാണ് ഷെയ്ഖ് അമീർ മിഷൽ അഹമ്മദ് അൽ സബായിന് രാജ്യത്തിന്റെ 17ാമത്തെ അമീറായി ചുമതല ഏറ്റെടുത്ത് 6 മാസം തികയുന്നതിന് മുൻപ് തന്നെ ധീരമായ പ്രഖ്യാപനം നടത്തേണ്ടി വന്നത്. അങ്ങനെ മെയ് 10 രാത്രിയോടെ കുവൈത്ത് ദേശീയ അസംബ്ലി പിരിച്ചുവിടാനും ഭരണഘടനയിലെ ചില ആർട്ടിക്കിളുകൾ റദ്ദ് ചെയ്യുന്നതായും കുവൈത്ത് TV വഴി അമീർ പ്രഖ്യാപിച്ചു. കുവൈത്തി ജനതയുടെ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും അനുസൃതമല്ലാത്ത ശൈലിയിലുള്ള ചില പാർലമെന്റ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തനിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നും ഭരണകൂടത്തെ നശിപ്പിക്കുവാനും ജനാധിപത്യത്തെ ചൂഷണം ചെയ്യാനും ആരെയും ഒരിക്കലും അനുവദിക്കില്ലെന്നും അമീർ തന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു. അസഹനീയമായ ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളുമാണ് കുറെ നാളുകളായി നാം അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ
ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും ചില പാർലമെന്റ് അംഗങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്നതായും രാജ്യത്തെ രാഷ്ട്രീയ അശാന്തിയെക്കുറിച്ച് തനിക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്നും അമീർ വികാരാധീനനായി തുറന്നു പറഞ്ഞു. സുരക്ഷാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ മിക്ക സർക്കാർ സ്ഥാപനങ്ങളിലും അഴിമതി നുഴഞ്ഞു കയറി. ജനാധിപത്യ സ്ഥാപനങ്ങൾ ചിലർക്ക് അതിനുള്ള വേദിയായി മാറിയിരിക്കുന്നുവെന്നും കുവൈത്തിന്റെ അടുത്ത കിരീടാവകാശിയെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും ചിലർ ഇടപെടാൻ ശ്രമിക്കുന്നുവെന്നും രാജ്യത്തെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യം വെച്ചുപൊറുപ്പിക്കാനാകാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു. അമീറിന്റെ ഉത്തരവ് വഴി രാജ്യത്ത് ഉടനെയൊന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് മാത്രമല്ല, പാർലമെന്റിന്റെ അധികാരങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അമീറിനും മന്ത്രിസഭയ്ക്കും മാത്രമായിരിക്കുകയും ചെയ്യും. പാർലമെന്റ് പിരിച്ചുവിട്ടാൽ 2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഭരണഘടനയിലെ നിബന്ധനയാണ് ഇതോടെ റദ്ദാക്കപ്പെട്ടത്. എങ്കിലും ഈ കാലയളവിൽ രാജ്യത്തെ ജനാധിപത്യ സമ്പ്രദായം പഠന വിധേയമാക്കുമെന്നും ഇതിൽ നിന്നുള്ള കണ്ടെത്തലുകൾ തങ്ങൾക്ക് സമർപ്പിക്കുമെന്നും ഇതിൽ അനുയോജ്യമാണ് എന്ന് തോന്നുന്നവ സ്വീകരിക്കാമെന്നും അമീർ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് നിലവിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയ ശേഷമായിരിക്കും ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. അമീറിന്റെ പ്രഖ്യാപനത്തിന് രാജ്യവ്യാപകമായി ഏറെ പിന്തുണയാണ് ലഭിച്ചത്. രാജ്യത്തിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും ഏറ്റവും ഉചിതമായ തീരുമാനമെന്നായിരുന്നു ഭൂരിഭാഗം സ്വദേശികളും തീരുമാനത്തോട് പ്രതികരിച്ചത്. പാർലമെന്റ് പിരിച്ചുവിട്ട് ഒട്ടും വൈകാതെ തന്നെ അമീർ പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു. ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ സബാഹിനെയാണ് അദ്ദേഹം പുതിയ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ 4 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി നിയമിച്ചിരുന്നുവെങ്കിലും പാർലമെന്റുമായുള്ള പ്രശ്നങ്ങൾ കാരണം അധികാരം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. മുൻ മന്ത്രിസഭകളിൽ ഭരണരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച അനുഭവ സമ്പത്തുമായാണ് ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അധികാരമേൽക്കുന്നത്. 2 വനിതകൾ ഉൾപ്പെടെ 13 അംഗ മന്ത്രിസഭയിൽ ഭൂരിഭാഗം പേരും വിദേശ സർവകലാശാലകളിൽ നിന്നുൾപ്പെടെയുള്ള ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും അതാത് മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമാണ്. സ്വദേശികൾക്കും വിദേശികൾക്കും വേണ്ടി മന്ത്രാലയങ്ങളുടെ വാതിലുകൾ എപ്പോഴും തുറന്നിടണമെന്നും കർമ്മപരിപാടികൾ രൂപീകരിച്ച് മുൻഗണനകൾ നിർണയിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കാനും അമീർ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. വികസന പദ്ധതികളുടെ നടത്തിപ്പ് ഊർജിതമാക്കുക, ഫയലുകൾ, പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ പരിഹരിക്കുക, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വികസനത്തിന് ഊന്നൽ നൽകുക, സുസ്ഥിര സമ്പദ്വ്യവസ്ഥ കൈവരിക്കുന്നതിന് സാമ്പത്തിക നിക്ഷേപ മേഖലകളിൽ വികസനം നടപ്പാക്കുക, രാജ്യത്തെ വാണിജ്യ അന്തരീക്ഷവും സർക്കാർ സേവനങ്ങളിലെ ഡിജിറ്റൽ പരിവർത്തനവും ത്വരിതപ്പെടുത്തുക എന്നിങ്ങനെ നിരവധി മാർഗനിർദ്ദേശങ്ങളാണ് അമീർ പുതിയ മന്ത്രിസഭാംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കും സ്വജനപക്ഷപാതത്തിനും എതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനും അമീർ ശക്തമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. രാജ്യനിവാസികൾ ഏറെക്കാലമായി കാതോർത്തിരുന്ന തീരുമാനങ്ങളാണ് ഇവയെല്ലാം. ഇതുകൊണ്ട് തന്നെ ദീർഘദർശിയായ അമീറിന്റെ കീഴിൽ പുതുയുഗത്തിലേക്കുള്ള പ്രവേശനമായിരിക്കും കുവൈത്തിന്റെ വരും നാളുകളെന്ന് ഉറപ്പാണ്. അറേബ്യ ദിസ് വീക്കിന് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.